Hey guys, welcome back to the channel NEET Physics. ഞാൻ ഗോപു ചന്ദ്രൻ. അപ്പോൾ നമ്മൾ വേവ്സിന്റെ രണ്ടാമത്തെ പാർട്ടിലേക്ക് കടന്നിരിക്കുകയാണ്. ഇതിനു മുൻപുള്ള പാർട്ട് കാണാത്തവർക്ക് വേണ്ടി ലിങ്ക്സ് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്, കാണാൻ ശ്രമിക്കുക. നിങ്ങൾ ഈ ചാനൽ ഇതിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ തന്നെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഈ പാർട്ട് കാണുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? തിയറി പഠിച്ച ശേഷം കാണാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ പാർട്ടിലെ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. സോ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്റൻസിറ്റിന്റെ വേരിയേഷൻ എങ്ങനെയാണുള്ളത്. ഇവിടെ വേറൊരു ഇന്റൻസിറ്റിന്റെ ചോദ്യമാണ് വരുന്നത്. രണ്ട് വേവ്സ് ഇന്റൻസിറ്റി I1 and I2 പാസ് ത്രൂ എ റീജിയൻ. ഓക്കെ, അറ്റ് സെയിം ടൈം ആണ്, സെയിം ഡയറക്ഷൻ ആണ്. മാക്സിമം മിനിമം ഇന്റൻസിറ്റിന്റെ സം എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, വാട്ട് ഈസ് ദി വാല്യൂ ഓഫ് മാക്സിമം പ്ലസ് മിനിമം, ഇതാണ് ചോദ്യം. ആൻഡ് ഇറ്റ്സ് ആക്ച്വലി ക്വസ്റ്റ്യൻ ഫ്രം വേവ് ഒപ്റ്റിക്സ് അല്ലെ. വേവ് ഒപ്റ്റിക്സുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്, എങ്കിലും കുഴപ്പമൊന്നുമില്ല. വേവ്സിൽ പഠിക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇവിടെ മാക്സിമം ഇന്റൻസിറ്റി അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കുക. രണ്ട് വേവ്സ് സൂപ്പർഇമ്പോസ് ചെയ്യുമ്പോൾ ഒരേ ഡയറക്ഷനിൽ ഒരേ ടൈമിൽ പോകണമെങ്കിൽ I1 plus I2 plus 2 into root I1 I2 ആണ്. ദിസ് ഈസ് ദി മാക്സിമം ഇന്റൻസിറ്റി. മിനിമം ഇന്റൻസിറ്റി എന്താ? I1 plus I2 minus 2 into root I1 I2. ഇത്രേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പൊ ചോദ്യം Imax plus I minimum അല്ലേ? എന്ത് കിട്ടും? ഈ 2 root I1 minus 2 root I1 ഒക്കെ ക്യാൻസൽ ആകും. നിങ്ങൾക്ക് എന്ത് കിട്ടും? I1 plus I2, വീണ്ടും ഒരു I1 plus I2 കിട്ടും. അപ്പൊ 2 into എന്ത് കിട്ടും? I1 plus I2 കിട്ടും. രണ്ട് ഇക്വേഷൻ കൂടി ആഡ് ചെയ്യുക, എന്ത് കിട്ടും? 2 into I1 plus I2 എന്ന് കിട്ടും. ഓപ്ഷൻ ബി എന്ന് കിട്ടും. അടുത്ത ചോദ്യം. The equations of two waves acting in perpendicular direction എന്ന് പറയുന്നുണ്ട് അല്ലെ. x equal to വന്നിട്ടുണ്ട്, y equal വന്നിട്ടുണ്ട്. അങ്ങനെ റിസൾട്ടന്റ് വേവിന്റെ ആ ഒരു ലോക്കസ് എന്തായിരിക്കുന്ന ചോദ്യം, പാത്ത്. അപ്പൊ ഇവിടെ x equal to a cos omega t plus delta തന്നിട്ടുണ്ട് അല്ലെ. ബട്ട് വാട്ട് ഇസ് ഡെൽറ്റ ഈക്വൽ ടു? ആൽഫ പ്ലസ് പൈ ബൈ 2 അല്ലേ. നമുക്കത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. a into cos omega t plus alpha plus pi by 2 ചെയ്യുമ്പോൾ a, what is cos theta plus 90? sin theta അല്ലേ. നമുക്ക് sin omega t plus alpha എന്നില്ല. x equal to a sin omega t plus alpha എന്ന് കിട്ടും. അല്ലെങ്കിൽ what is x by a equal to? What is x by a equal to? What is x by a equal to? sin omega t plus alpha. നമുക്ക് ഇതിന് ഇക്വേഷൻ 1 എന്ന് കൊടുക്കാം. സിമിലർലി y ഈക്വൽ ടു എന്ത് വന്നിട്ടുണ്ട്? y ഈക്വൽ ടു a cos omega t plus alpha മാത്രമാണ്. അല്ലെങ്കിൽ y by a ഈക്വൽ ടു a എന്ന് വരില്ല, എന്ത് കിട്ടും? cos omega t plus alpha എന്ന് കിട്ടും. ഇക്വേഷൻ 2. അപ്പൊ നോക്കിയേ, ഇക്വേഷൻ 1 സ്ക്വയറും ഇക്വേഷൻ 2 സ്ക്വയറും ചെയ്യാം. രണ്ട് ഇക്വേഷനും കൂടി സ്ക്വയർ ചെയ്തിട്ട് ആഡ് ചെയ്യാം. എന്ന് വെച്ചാൽ x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ആയിരിക്കും LHS വരുന്നത്. രണ്ട് ഇക്വേഷൻ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്താൽ x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ വരും, ഈക്വൽ ടു സൈൻ സ്ക്വയർ ഒമേഗ ടി പ്ലസ് ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ഒമേഗ ടി പ്ലസ് ആൽഫ എന്ന് കിട്ടും. ആൻഡ് വി നോ വാട്ട് ഈസ് സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ഇത് 1 അല്ലേ. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് വെച്ചാൽ എന്താ? 1 ആണ്. ഇത് ഏത് തന്നെയാണ്, എന്താണ്? 1 ആണ് അല്ലേ. അപ്പൊ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ a സ്ക്വയർ ഈക്വൽ ടു 1 കിട്ടും. അല്ലെങ്കിൽ x സ്ക്വയർ പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു a സ്ക്വയർ കിട്ടും. ഇത് എന്തിന്റെ ഇക്വേഷനാ? സർക്കിളിന്റെ ഇക്വേഷൻ ആണ്. ദിസ് ഇക്വേഷൻ റെപ്രസെന്റ്സ് സർക്കിൾ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഓപ്ഷൻ ബി എന്ന് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. റെസൊണൻസ് കോളം എക്സ്പെരിമെന്റുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇതിൽ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോളത്തിന് എക്സ്പെരിമെന്റ് ആണ് അവർ പറയുന്നത്, അതൊക്കെ പോട്ടെ. അതായത് നിങ്ങൾക്ക് കിട്ടുന്ന ആദ്യത്തെ റെസൊനേറ്റിംഗ് ലെങ്ത് എക്സ്പെരിമെന്റിൽ, ഫസ്റ്റത്തെ റെസൊണൻസ് കോളത്തിന്റെ എക്സ്പെരിമെന്റിൽ ആദ്യത്തെ ലെങ്ത് 20 സെന്റിമീറ്ററും രണ്ടാമത്തെ ലെങ്ത് 73 സെന്റിമീറ്ററും ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് 320 ഹെർട്സും ആണെങ്കിൽ ആ ഒരു ടെമ്പറേച്ചറിൽ 27 ഡിഗ്രി സെൽഷ്യസിൽ സൗണ്ടിന്റെ സ്പീഡ് എന്താണെന്നാണ് ചോദ്യം. സൗണ്ടിന്റെ സ്പീഡ് എന്താ?
അപ്പോൾ ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ സൗണ്ടിന്റെ സ്പീഡ് എന്നാണ് ചോദ്യം. റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് ആണ്. ഫസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് തന്നിട്ടുണ്ട്, സെക്കൻഡ് റെസൊനേറ്റിംഗ് ലെങ്ത് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഫ്രീക്വൻസി ഓഫ് ട്യൂണിംഗ് ഫോർക്ക് തന്നിട്ടുണ്ട്. വളരെ സിമ്പിൾ ആണ്. വെലോസിറ്റി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ 2n into L2 minus L1 ചെയ്താൽ മതി. ഈക്വൽ ടു 2 into ഫ്രീക്വൻസി 320 into 73 minus 20 മതിയോ? അല്ല, ഞാനൊരു 10⁻⁻² കൊണ്ട് എഴുതുന്നുണ്ട്. ഒരു 10⁻⁻². എന്താണ് 10⁻⁻² എഴുതുന്നത്? കാരണം ഫ്രീക്വൻസി ഈസ് ഗിവൻ ഇൻ സെന്റിമീറ്റർ. നമുക്ക് ആൻസർ ആവശ്യം മീറ്റർ പെർ സെക്കൻഡ് ഇല്ല. അതുകൊണ്ട് 10⁻⁻² കൂടി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 2 into 320 into 10⁻⁻², 3.2 എന്ന് കിട്ടും. 73 minus 20 എത്രയാ? 53 അല്ലേ? അല്ലേ? സോ ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ അപ്രോക്സിമേറ്റ്ലി എത്ര കിട്ടും? 3.2 into 106 എന്ന് കിട്ടും. 106 into 3.2 എത്രയാ? 106 into 3.2. നമുക്കാണെങ്കിൽ 106 into 3.2 എന്ന് വെച്ചാൽ ശരിക്കും എന്താ? 10/3 അല്ലേ? 1060/3 അടുത്ത് കിട്ടും. 330 എത്ര കിട്ടും? എന്തായാലും 330-നേക്കാളും കൂടുതലായിരിക്കും. 330-നേക്കാളും സ്ലൈറ്റ്ലി കൂടുതലായിരിക്കും അല്ലെ? 330-നേക്കാളും സ്ലൈറ്റ്ലി കൂടുതലായിരിക്കില്ലേ? 3 തെറ്റിയോ? ഇല്ലല്ലോ. എക്സാക്ട് ചെയ്യട്ടെ. അതെന്താന്ന് വെച്ചാലേ 330 ഒക്കെ അടുത്തടുത്തുള്ള ഉത്തരവില്ല. അപ്പൊ നമുക്ക് എക്സാക്ട് തന്നെ കണ്ടുപിടിക്കാം. നോക്കാം. 2 into 320 into 53 എന്ന് കിട്ടും. 6.4 into 53, 64 into 53, 4 3 1 ഉണ്ട്, 15 4 20, 30 38 39 3 ഉണ്ട്, 18 33. ഓക്കെ, നിങ്ങൾക്ക് എക്സാക്ട് 339.2 കിട്ടുന്നത്. 339.2 കിട്ടും. ഓപ്ഷൻ ബി കിട്ടും. ഓപ്ഷൻ ബി. ഓക്കെ അല്ലേ? ചെയ്ത് നോക്കാം. അടുത്ത ചോദ്യം. The fundamental frequency of open pipe is equal to third harmonic of closed pipe. ഒരു ഓപ്പൺ പൈപ്പ് നമുക്കറിയാലോ. ഓപ്പൺ പൈപ്പ് എന്ന് വെച്ചാൽ ഫ്രീക്വൻസിന്റെ റേഷ്യോ എങ്ങനെയാ? 1:2:3 വരും അല്ലെ? ക്ലോസ്ഡ് പൈപ്പിന്റെ റേഷ്യോ എങ്ങനെയാ? ക്ലോസ്ഡ് പൈപ്പിന്റെ 1:3:5 വരുന്നു. ഓഡ് ഹാർമോണിക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ ഫസ്റ്റ് ഫ്രീക്വൻസി നമുക്കറിയാം. ഓപ്പൺ പൈപ്പിന്റെ V/2L LO എന്ന് എഴുതുന്നുണ്ട്. ഓപ്പന്റെ ലെങ്ത് LO. അത് എന്തിന് ഈക്വൽ ആണ്? തേർഡ് ഹാർമോണിക്, മൂന്നാമത്തെ ഹാർമോണിക് ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. അപ്പൊ ക്ലോസ്ഡ് പൈപ്പിന്റെ തേർഡ് ഹാർമോണിക്കിന്റെ ഇക്വേഷൻ 3V/4LC ആണ്. അതിനാണ് ഞാൻ തിയറിയൊക്കെ പഠിച്ചിട്ട് ഞാൻ പറഞ്ഞത് 3V/4LC. ലെങ്ത് ഓഫ് ഓപ്പൺ പൈപ്പ് എന്താണ്? അപ്പൊ VV ക്യാൻസൽ ആയി. യു വിൽ ഗെറ്റ് LO ഈക്വൽ ടു എന്ത് കിട്ടും? 4 into LC/6 എന്ന് കിട്ടും. That is 2/3 LC എന്ന് കിട്ടും. 2/3 into length of closed pipe 20 തന്നിട്ടുണ്ട്. So 40/3 കിട്ടും അല്ലെ? 13.2 അടുത്ത് ഉത്തരം കിട്ടും. 13.2 ഓപ്ഷൻ എ. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം. ഈ ഒരു കൺസെപ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ഇങ്ങനെ കുറെ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്ക്. സെക്കൻഡ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ സെക്കൻഡ് ഓവർടോൺ എന്ന് വെച്ചാൽ എത്രാമത്തെ ഹാർമോണിക് ആയിരിക്കും? തേർഡ് ഹാർമോണിക് ആണ്. ഓക്കെ, ഓപ്പൺ പൈപ്പിന്റെ തേർഡ് ഹാർമോണിക്കും ഫസ്റ്റ് ഓവർടോൺ ഓഫ് ക്ലോസ്ഡ് പൈപ്പ്. ക്ലോസ്ഡ് പൈപ്പിന്റെ ഫസ്റ്റ് ഓവർടോൺ എന്ന് വെച്ചാൽ എത്രയായിരിക്കും? അത് തേർഡ് ഹാർമോണിക് ആയിരിക്കും. ഓപ്പൺ പൈപ്പിന്റെ സെക്കൻഡ് ഓവർടോൺ തേർഡ് ഹാർമോണിക് ആണ്. ക്ലോസ്ഡ് പൈപ്പിന്റെ ഫസ്റ്റ് ഓവർടോൺ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? തേർഡ് ഹാർമോണിക് ആണ്. അപ്പൊ എന്താ പറയുന്നത്? 3 into ഓപ്പൺ പൈപ്പ് ആണെങ്കിൽ V/2LO എന്ന് എഴുതാം. അത് എന്തിന് ഈക്വൽ ആണ്? 3 into V/ ക്ലോസ്ഡ് ആണെങ്കിൽ LC 4LC ആണ്. 3V ക്യാൻസൽ ആയി. 2 into LO equal to 4 into LC. Okay, that is 2 into LO equal to 4 into length of closed pipe capital അല്ല തന്നിരിക്കുന്നത്.
അപ്പോൾ നിങ്ങൾക്ക് L open equal to 2L എന്ന് കിട്ടും. L open equal to 2L ഓപ്ഷൻ ബി എന്ന് കിട്ടും. ആൻസർ ഓപ്ഷൻ ബി. അടുത്ത ചോദ്യം സിമിലർ ക്വസ്റ്റ്യൻ ആണ്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഓഫ് ക്ലോസ്ഡ് പൈപ്പ് ഓഫ് ലെങ്ത് 20 സെന്റിമീറ്റർ. ലെങ്ത് ഓഫ് ക്ലോസ്ഡ് പൈപ്പ് 20 സെന്റിമീറ്റർ എന്നിട്ടുണ്ട്. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്ന് വെച്ചാൽ എന്താ? V/4LC. അതെന്തിന് ഈക്വൽ ആണ് V/4LC? സെക്കൻഡ് ഓവർടോൺ ഓഫ് ഓപ്പൺ പൈപ്പ്. സെക്കൻഡ് ഓവർടോൺ ഓഫ് ഓപ്പൺ പൈപ്പ് എന്ന് വെച്ചാൽ എത്രയാ? തേർഡ് ഹാർമോണിക് 3V/2L. ഇക്വേറ്റ് ചെയ്യാം. യെല്ലോ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. VV ക്യാൻസൽ ആകും അല്ലേ? യു വിൽ ഗെറ്റ് യെല്ലോ ഈക്വൽ ടു എന്ത് കിട്ടും? 12/2 6 into LC എന്ന് കിട്ടും. LC ഓൾറെഡി തന്നിട്ടുണ്ട് 20. LC ഓൾറെഡി 20 തന്നിട്ടുണ്ട്. സോ 6 into 20 120 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ എ 120 സെന്റിമീറ്റർ ഓപ്ഷൻ എ എന്ന് കിട്ടും. അടുത്ത ചോദ്യം two nearest harmonics of closed pipe. Closed at one end and open at other end എന്ന് closed pipe. ഒരു പൈപ്പ് ക്ലോസ്ഡ് അറ്റ് വൺ എൻഡും ഓപ്പൺ അറ്റ് അതർ എൻഡും ആണെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് പൈപ്പ്. അതിന്റെ രണ്ട് അഡ്ജസന്റ് ഫ്രീക്വൻസി തന്നിട്ടുണ്ട്. 220 അതേപോലെ 260. അങ്ങനെയാണെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എന്താ? നമുക്കറിയാം ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഫ്രീക്വൻസി റേഷ്യോ 1:3:5:7 ഇങ്ങനെ വരുന്നല്ലേ അല്ലേ? അല്ലെങ്കിൽ F 3F 5F 7F ഇങ്ങനെ വരാം ഫ്രീക്വൻസി. F എന്താണെന്നാ കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ രണ്ട് അഡ്ജസന്റ് ഫ്രീക്വൻസി ഏതെങ്കിലും രണ്ട് അഡ്ജസന്റ് എടുക്കുക. ഓക്കെ, നമുക്ക് തൽക്കാലം 3F ഈക്വൽ ടു എന്തെടുക്കാം? 220 എടുക്കുക. ഏതെങ്കിലും രണ്ടും എടുത്താൽ മതി. 5F ഈക്വൽ ടു 260 കൊടുക്കുക. ഇപ്പൊ ഇവരുടെ വ്യത്യാസം എത്രയാ? 2F. വ്യത്യാസം എന്ന് വെച്ചാൽ 5F - 3F ആണ്. ദാറ്റ് ഈസ് 2F. അതാണ് നമുക്ക് എത്ര കിട്ടും? 2F 260 - 220 40 എന്ന് കിട്ടും. വ്യത്യാസം 2F ഈക്വൽ ടു 40 ആണെങ്കിൽ F ഈക്വൽ ടു എന്തായിരിക്കും? 20 ആയിരിക്കും. F ഈക്വൽ ടു 20 ഓപ്ഷൻ F ഈക്വൽ ടു 20 ഓപ്ഷൻ എ എന്ന് കിട്ടും. ഒന്നുമില്ല, ഒരു ക്ലോസ്ഡ് പൈപ്പിന്റെ നിങ്ങൾക്ക് അഡ്ജസന്റ് ഫ്രീക്വൻസി തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ, ക്ലോസ്ഡ് പൈപ്പിന്റെ കേസിൽ അഡ്ജസന്റ് ഫ്രീക്വൻസി N1 ഉം N2 ഉം ആണെങ്കിൽ ഫണ്ടമെന്റൽ ഫ്രീക്വൻസി എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? ഫണ്ടമെന്റൽ ഫ്രീക്വൻസി ഈക്വൽ ടു ഷോർട്ട് കട്ട് ആയിട്ട് പഠിക്കുക. N2 - N1/2 ചെയ്താൽ മതി. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി N2 - N1/2 ചെയ്താൽ മതി. ഓക്കെ, ഈ ഒരു ചോദ്യം നോക്കാം. An air column closed at one end, open at other end എന്ന് വെച്ചാൽ വീണ്ടും ക്ലോസ്ഡ് പൈപ്പ് ആണ്. Resonating with the tuning fork when the smallest length 50 ആണ്. ഫസ്റ്റ് ഫണ്ടമെന്റൽ ലെങ്ത് സ്മോളസ്റ്റ് റെസൊനേറ്റിംഗ് ലെങ്ത് 50 സെന്റിമീറ്റർ ആണ്. അടുത്ത ലെങ്ത് എന്തായിരിക്കും? അടുത്ത ലെങ്ത് എന്ത് ആയിരിക്കും? അപ്പൊ ജസ്റ്റ് ലൈക്ക് ഫ്രീക്വൻസി നമുക്കറിയാം, ഫ്രീക്വൻസിന്റെ റേഷ്യോ 1:3:5:7 എന്ന് പറയുന്ന പോലെ ക്ലോസ്ഡ് പൈപ്പിന്റെ ലെങ്ത്തിന്റെ റേഷ്യോ തന്നെയായിരിക്കും 1:3:5:7 തന്നെയായിരിക്കും. സോ ഫസ്റ്റത്തെ ലെങ്ത് 50 ആണെങ്കിൽ അപ്പൊ അടുത്ത ലെങ്ത് എന്തായിരിക്കും? 3 × 50 ആയിരിക്കും. ദാറ്റ് ഈസ് 150 സെന്റിമീറ്റർ ആയിരിക്കും. സിമ്പിൾ. ഓപ്ഷൻ എ എന്ന് കിട്ടും. ഓക്കെ, അടുത്ത ചോദ്യം. ഇവിടെ നോക്ക്, എ സ്ട്രിങ് ഈസ് ഫിക്സഡ് അറ്റ് ബോത്ത് എൻഡ്. ഇപ്പൊ സ്ട്രിങ് എന്ന് വെച്ചാൽ ഓപ്പൺ പൈപ്പ് പോലെ കൺസിഡർ ചെയ്താൽ മതി. പക്ഷെ രണ്ട് എൻഡിലും നോഡായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് മാത്രം. ഒരു സ്ട്രിങ് ഫിക്സഡ് അറ്റ് ബോത്ത് എൻഡ്സ് ആണെങ്കിൽ ഇവിടെ ഫ്രീക്വൻസി റേഷ്യോ എന്തുതന്നെയായിരിക്കും? ജസ്റ്റ് ലൈക്ക് ഓപ്പൺ പൈപ്പ് 1:2:3:4 അങ്ങനെ തന്നെയായിരിക്കും. അതായത് ഫസ്റ്റ് ഫ്രീക്വൻസി F ആണെങ്കിൽ അടുത്തത് 2F ആയിരിക്കും, 3F 4F അങ്ങനെ പോകും. ഇതിൽ രണ്ട് അഡ്ജസന്റ് ഫ്രീക്വൻസി വീണ്ടും തന്നിരിക്കുന്നു അല്ലേ? 2 റെസൊണന്റ് ഫ്രീക്വൻസി, അടുത്തടുത്തുള്ള ഫ്രീക്വൻസി. അതിൽ ഒരെണ്ണം അവരെന്ത് തന്നിട്ടുണ്ട്? നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി. ഇപ്പൊ 2F ഈക്വൽ ടു നിങ്ങൾ ചെറുത് 315 എടുക്കുകയാണെങ്കിൽ അടുത്തത് 420. ഓക്കെ, റെസൊണന്റ് ഫ്രീക്വൻസി. ലോവസ്റ്റ് ഫ്രീക്വൻസി എന്താണെന്ന ചോദ്യം. അപ്പോൾ ഇവിടെ നിങ്ങൾ 3F - 2F ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 420 - 315 എന്ന് കിട്ടും. ഓർ
F equal to എന്ത് കിട്ടും? ഇത് എത്രയാ? F equal to 420 minus 315 105 105. So that is the answer option B. Option B എന്ന് കിട്ടും. അടുത്ത ചോദ്യം. The number of possible natural oscillations of air column closed at 100. ഒരു closed pipe ൽ നമുക്ക് എത്ര natural oscillation, എത്ര resonance frequency കിട്ടും എന്നാണ് ചോദ്യം. Length first case ൽ okay, smallest length, fundamental length 85 centimeter ആണ് പൈപ്പിന്റെ ലെങ്ത്. നിങ്ങൾക്ക് മാക്സിമം എത്ര കിട്ടാൻ പാടുള്ളൂ? 1250 ഹെർട്സ് കിട്ടാൻ പാടുള്ളൂ. എന്നുവെച്ചാൽ 1250 ഹെർട്സിന് താഴെ എത്ര റെസൊണൻസ് ഉണ്ടാവും? 1250 താഴെ എത്ര റെസൊണൻസ് ഫ്രീക്വൻസി അവൈലബിൾ ആണ്? ഇതാണ് ചോദ്യം. നിങ്ങളുടെ ചോദ്യമാണ് നിങ്ങൾ എന്താ ചെയ്യുക? ആദ്യം ഫണ്ടമെന്റൽ ഫ്രീക്വൻസി കണ്ടുപിടിക്കുക. V/4 ഫണ്ടമെന്റൽ ഫ്രീക്വൻസി V/4 കണ്ടുപിടിക്കുക. ദാറ്റ് ഈസ് V 340 തന്നിട്ടുണ്ട് by 4 into 85 centimeter എന്ന് വെച്ചാൽ എത്രയാ? 0.85. അപ്പൊ 340 divided by 3.4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 100 എന്ന് കിട്ടും. ഫണ്ടമെന്റൽ ഫ്രീക്വൻസി 100 ആണെങ്കിൽ നമുക്കറിയാം റേഷ്യോ എന്ന് വെച്ചാൽ എങ്ങനെയാ വരുന്നത്? റേഷ്യോ ഫ്രീക്വൻസിന്റെ റേഷ്യോ എങ്ങനെയായിരുന്നു? 1357 അങ്ങനെയല്ലേ? അപ്പൊ ഫസ്റ്റത്തെ ഫ്രീക്വൻസി 100 ആണെങ്കിൽ അടുത്ത എന്തായിരിക്കും? 300 500 700 900 1100 1300. അല്ല, 1300 വരില്ല. കാരണം എന്താ? 1250 കൂടാൻ പാടില്ല. 1250 കൂടാൻ പാടില്ല. 1250 കുറവായിട്ടുള്ള എത്ര എണ്ണം ഉണ്ട്? 1 2 3 4 5 6 ഫ്രീക്വൻസി നിങ്ങൾക്ക് കിട്ടും. ഓപ്ഷൻ ഡി. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മുടെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുകയാണ്. ഈ ഒരു പാർട്ടിന്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്? ഇഫ് വി സ്റ്റഡി ദി വൈബ്രേഷൻ ഓഫ് ഓപ്പൺ പൈപ്പ് എന്നാ പറയുന്നത്. ഓപ്പൺ അറ്റ് ബോത്ത് എൻഡ്സ് മീൻസ് ഓപ്പൺ പൈപ്പ്. ഫാൾസ് സ്റ്റേറ്റ്മെന്റ്, നോട്ട് ട്രൂ ഏതാണെന്ന ചോദ്യം. ഒരു ഓപ്പൺ പൈപ്പിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയില്ല നിങ്ങൾക്ക്? രണ്ട് എൻഡിലും ആരാ പ്രൊഡ്യൂസ് ചെയ്യുക? ആന്റിനോഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. രണ്ട് എൻഡിലും ആന്റിനോഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ റേഷ്യോ നമുക്കറിയാം 1:2:3 എന്നൊക്കെ വെച്ച അർത്ഥം എന്താ? എല്ലാ ഹാർമോണിക്സും അവൈലബിൾ ആണ്. അല്ലാതെ ഓട് മാത്രമല്ല. ക്ലോസ്ഡ് പൈപ്പിൽ ഓട് ഹാർമോണിക്സ് മാത്രമാണ്. ഓപ്പൺ പൈപ്പിൽ എല്ലാ ഹാർമോണിക്സും അവൈലബിൾ ആണ്. ഓപ്ഷൻ സിയും കറക്റ്റ് അല്ലേ? ഓപ്പൺ എൻഡിൽ ആന്റിനോഡ് ആയിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ odd harmonics of fundamental frequency will be generated. അതല്ല തെറ്റ് അല്ലേ? ഫണ്ടമെന്റൽ ഫ്രീക്വൻസീസ് ഓഫ് ഓഡ് ഹാർമോണിക്സ് ആണോ ജനറേറ്റ് ചെയ്യുന്നത്? ബോത്ത് ഈവൻ ഹാർമോണിക്സ് ഉണ്ടാവും, ഓഡ് ഹാർമോണിക്സ് ഉണ്ടാവും. അപ്പൊ തെറ്റ് ഏതായിരിക്കും? ഓപ്ഷൻ ഡി. തെറ്റ് ഓപ്ഷൻ ഡി. അതേപോലെ ഓപ്ഷൻ ബി അപ്പൊ തെറ്റാണ്. അപ്പൊ രണ്ടുത്തരം വരുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ കൂടി ഒന്ന് എൻസൈറ്റിൽ ചെക്ക് ചെയ്ത് നിങ്ങൾ കമന്റ് ചെയ്യുക. ഓപ്ഷൻ ബിയും ഡിയും വരും എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യാം. കാരണം ഓപ്ഷൻ ഡി എന്തായാലും വരില്ല. കാരണം എന്താ? ഇതിൽ ബോത്ത് ഈവൻ ഹാർമോണിക്സ് ഉണ്ട്, ഓഡ് ഹാർമോണിക്സ് ഉണ്ട് അല്ലെ? ഓഡ് ഹാർമോണിക്സ് ഓഫ് ഫണ്ടമെന്റൽ ഫ്രീക്വൻസി വിൽ ബി ജനറേറ്റഡ്. അപ്പൊ ഒരു പ്രശ്നം ഓപ്ഷൻ ഡി കറക്റ്റാ. ഓഡ് ഹാർമോണിക്സും ജനറേറ്റ് ചെയ്യുന്ന പറയുന്നത് ശരിയാണ്. ജനറേറ്റ് ചെയ്യും. 1 3 ഒക്കെ ഉണ്ട്. അത് മാത്രമേ ജനറേറ്റ് ചെയ്യുള്ളൂ എന്നല്ല പറയുന്നത്. ഇറ്റ് വിൽ ജനറേറ്റ്. അത് ജനറേറ്റ് ചെയ്യും. കറക്റ്റാ. അപ്പൊ ഓപ്ഷൻ ബി ആണ് തെറ്റ്. എന്തുകൊണ്ടാ ബി തെറ്റ്? ആന്റിനോഡ്സിനെ സംബന്ധിച്ചിടത്തോളം പ്രഷർ മിനിമം ആയിരിക്കും കേട്ടോ. ആന്റിനോഡ്സിലെ പ്രഷർ എന്തായിരിക്കും? മിനിമം ആയിരിക്കും. നോഡ്സിലായിരിക്കും പ്രഷർ മാക്സിമം. നോഡിലാണ് പ്രഷർ മാക്സിമം. അപ്പൊ നമ്മുടെ തെറ്റായിട്ടുള്ള ഉത്തരം ഓപ്ഷൻ ബി. തെറ്റായിട്ടുള്ള ഉത്തരമല്ല, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ബി. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ അപ്പൊ ഇന്നത്തെ വേവ് സെക്കൻഡ് പാർട്ടും കഴിഞ്ഞു. അപ്പൊ മൂന്നാമത്തെ പാർട്ട്, ഫൈനൽ പാർട്ട് ഓഫ് ദിസ് +1 ചാപ്റ്റർ നമ്മൾ അടുത്തൊരു ദിവസം ചെയ്യും. അതുവരെ ബൈ, സീ യു, ടേക്ക് കെയർ. താങ്ക് യു.